കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ പ്രതിപക്ഷം ഒരു സമ്പൂർണ്ണ പരാജയമാണോ? ഈ ഒരു ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്, പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷം അതിശക്തമായി നിലകൊള്ളുന്നില്ല എന്നത് നിയമസഭയിലെ സഭാ ടിവിയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കും ബോധ്യമാകുന്ന കാര്യമാണ്. മാത്രമല്ല, ഒരു പ്രതിപക്ഷ ഉപനേതാവിനെ തിരഞ്ഞെടുക്കാൻ അത് CPIക്ക് വേണം എന്ന വാശി CPI ഇപ്പോഴും ആ വാശിയിൽ തന്നെ നിലനിൽക്കുകയാണ്. കൊടുക്കില്ല എന്നാണ് CPM പറയുന്നത്. അപ്പോൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോള് കൃത്യമായി ചെയ്യാൻ പല വിഷയങ്ങളിലും കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനും കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി നൽകാനും ചോദ്യങ്ങൾ ചോദിക്കാനും പ്രതിപക്ഷത്തെ ആർക്കും കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. മാധ്യമങ്ങളും അതുതന്നെ വിലയിരുത്തുന്നു. KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായിരുന്നു എങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചേനെ എന്നുള്ള അഭിപ്രായവും പൊതുജനങ്ങൾക്ക് ഉണ്ട്. രാജൻ, CPIയുടെ രാജൻ, അദ്ദേഹം അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും പലപ്പോഴും പല കാര്യങ്ങളും പറയാൻ സാധിക്കുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചെയ്യുന്നത് ഈ ബുദ്ധിജീവികൾ AKG സെന്ററിൽ നിന്ന് എഴുതി കൊടുക്കുന്ന പലതും വായിക്കുകയും അത് നോക്കി പറയുകയുമാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ പഠിച്ചല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും ബോധ്യമാകും. നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സെക്രട്ടറിമാരും അതുപോലെ ഉദ്യോഗസ്ഥരും ഒക്കെ എഴുതി കൊടുക്കുമ്പോൾ അതിന് ഒരു ആധികാരികതയുണ്ടായിരുന്നു. അത് കൃത്യമായി അവതരിപ്പിക്കാൻ, മുഖ്യമന്ത്രി എന്ന നിലയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇപ്പോൾ AKG സെന്ററിൽ നിന്ന് ഈ ബുദ്ധിജീവി ചമയുന്ന ചില നേതാക്കൾ എഴുതി കൊടുക്കുന്നതൊക്കെ തന്നെ നോക്കിയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അത് നിയമസഭയിൽ പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ VD സതീശൻ എന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നത് കേട്ടു. VD സതീശൻ ഒരു കാലനാണ്, ഒടുക്കത്തെ ഡിബേറ്ററാണ് എന്നൊക്കെ. സത്യമാണ്. കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹം നല്ല ഒരു പ്രസംഗകനാണ്, നല്ല ഒരു ഡിബേറ്ററാണ്, നല്ല രീതിയിൽ ചർച്ചയിൽ പഠിച്ച് പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും നമ്മൾ കണ്ടതാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൃത്യമായ കണക്കുകളുടെ സഹായത്തോടെ അദ്ദേഹം തന്നെ പഠിക്കുന്നതാണ്, ആരും എഴുതി കൊടുക്കുന്നത് ഒന്നുമല്ല. ആ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി VD സതീശന് കഴിയുന്നുണ്ട്. അതോട് കിടപിടിച്ച് നിൽക്കാൻ പോയിട്ട് അതിൻ്റെ 7 അയൽവക്കത്ത് അടുത്ത് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കിടന്ന് തപ്പുകയും തടയുകയും ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് ഒരു പരാജയത്തിൻ്റെ ഒരു ഗന്ധമുണ്ട്, അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഒരു ഛായയുണ്ട് എന്നത് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്നു. കണക്കുകൾ കൃത്യമായി പറയുമ്പോൾ മറുപടി പറയാൻ ആരുമില്ല. പ്രതിപക്ഷം നിശബ്ദമായി പോകുന്നു. ആകെ നടത്താൻ പറ്റുന്നത് വാക്കൗട്ട് മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും വേണ്ടതാനും, ഇറങ്ങിപ്പോയാൽ മതി. വാക്കൗട്ട് പ്രസംഗം എന്ന് പറഞ്ഞ് നടത്തുന്നത് പോലും വളരെ ബാലിശമായ പ്രസംഗങ്ങളാണ്, യാതൊരു ആഴവുമില്ലാത്ത പ്രസംഗങ്ങളാണ്, പ്രസ്താവനകളാണ്. എന്തെങ്കിലും പറഞ്ഞാൽ BJPയെയോ അല്ലെങ്കിൽ UDFനെയോ കോൺഗ്രസിനെയോ കുറ്റപ്പെടുത്തി 1-2 വാക്ക് പറഞ്ഞിട്ട് ബാക്കി നടപടികളിലേക്ക് കടക്കുകയാണ്, വാക്കൗട്ട് നടത്തുകയാണ്. ഇത് നിയമസഭാ സാമാജികരായി കാലങ്ങളോളം ഇരുന്ന പല നേതാക്കന്മാരും തോറ്റു തുന്നം പാടി. ഈ നിയമസഭയിൽ അത്യാവശ്യം കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന MP രാജേഷും അതുപോലെ തന്നെ P രാജീവും ഒക്കെ തന്നെ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ തീർത്തും ദുർബലമായൊരു പ്രതിപക്ഷമാണ്. അതാണ് ഈ VD സതീശൻ എന്ന കാലൻ്റെ മുന്നിൽ, ഒട്ടുക്കത്തെ ഡിബേറ്ററുടെ മുന്നിൽ കിടന്ന് പതറുന്നത്. ഈ കാലൻ എന്ന് പറയുന്നത് നാട്ടുഭാഷയിൽ എക്സ്പേർട്ട് എന്നാണ്, വളരെ വിദഗ്ധനായ വ്യക്തി അതിനെ ഒരു ആലങ്കാരികമായി പറയുന്നതാണ് കാലൻ എന്നത്. കാലൻ എന്നത് ഒരു മോശം പ്രയോഗമല്ല. അതുപോലെ ഒട്ടുക്കത്തെ ഡിബേറ്റ്, അവൻ ഒടുക്കത്തെ ബുദ്ധിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാണെന്ന് അർത്ഥം. അത് ഒട്ടുക്കത്തെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ എന്നുള്ളത് അല്ല. അതൊക്കെ ഈ സാധാരണഗതിയിൽ പറയുന്ന ചില ഭാഷാപ്രയോഗങ്ങളാണ്, മലയാളത്തിലെ സംസാര ഭാഷയിൽ പറയുന്നതാണ്. അപ്പം ഈ ഒട്ടുക്കത്തെ ഡിബേറ്ററായ VD സതീശൻ്റെയും കൂട്ടരുടെയും മുന്നിൽ, കാലനായ VD സതീശൻ്റെയും കൂട്ടരുടെയും മുന്നിൽ പിണറായി വിജയനും സംഘവും അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇനി 5 വർഷമൊക്കെ എന്തൊക്കെ പറഞ്ഞ് നിൽക്കും, എന്തൊക്കെ രീതിയിൽ മുമ്പോട്ട് പോകും എന്നത് സത്യം പറഞ്ഞാൽ കൗതുകത്തോടെ മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്.